വന്നേ നമുക്ക് ഒരുമിച്ച് കഴിക്കാം. വേണ്ട, സ്റ്റെല്ല കഴിച്ചോളൂ. വിശക്കുന്നില്ലേ? ടെൻഷൻ അടിച്ച വിശക്കില്ല എന്ന് എനിക്കിപ്പോഴാ മനസ്സിലായി. എനിക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു. എങ്ങനെയാ ക്രിസ്റ്റിയോട് ചോദിക്കുന്നെന്നോർത്ത് ഞാൻ മടിച്ചു. ചോദിക്കുന്നതിൽ വിരോധമൊന്നുമില്ല. താഴെ ചെന്ന് എടുക്കുന്ന ബുദ്ധിമുട്ട് മാത്രമേ എനിക്കുള്ളൂ. ശരിക്കും ഞങ്ങള് കാരണം ക്രിസ്റ്റി കുടുങ്ങിപ്പോയല്ലേ? എന്നാലും നല്ലൊരു കാര്യത്തിന് വേണ്ടിയിട്ടല്ലേ. നിങ്ങൾ ഒരുമിച്ച് ഒരു സന്തോഷ ജീവിതം നയിക്കുമ്പോ എന്നെ മറക്കാതിരുന്നാ മതി. നല്ല സുഹൃത്തുക്കളെ ആരാ മറക്ക? അപ്പൊ എന്നെ മറക്കില്ല? ഇല്ല. താങ്ക് യു. സത്യത്തിൽ എന്നെ സ്നേഹിക്കാനും എനിക്ക് സ്നേഹിക്കാനും എൻ്റെ ഫ്രണ്ട്സ് മാത്രമേ ഉള്ളൂ. അതുകൂടെ ഇല്ലായിരുന്നെങ്കിൽ ഞാൻ ചിലപ്പോൾ ആത്മഹത്യ ചെയ്തു പോയേനെ. അല്ല സ്റ്റെല്ല, മുസ്തഫ എന്താ ഇതുവരെ വരാതിരുന്നത്? ഒന്ന് കോണ്ടാക്ട് ചെയ്തു പോലുമില്ല. വൈശാഖിനെ വിളിച്ചോന്ന് ചോദിച്ചോ? ഇല്ലെന്നേ. എന്തെങ്കിലും ഇൻഫർമേഷൻ കിട്ടിയാ അവൻ എന്നെ വിളിക്കും. മുസ്തഫയുടെ കാര്യമൊന്നും പറയാൻ പറ്റില്ല. ഇവിടെ നിന്നിറങ്ങി വേറെ എന്തെങ്കിലും വിഷയത്തിൽ പെട്ടാ പിന്നെ അതിന്റെ പുറകെ പോവും. പിന്നെ ഇത് മറന്നു പോവുകയും ചെയ്യും. എല്ലാ കാര്യം പോലെയാണോ ഇത്? നിന്നെ ഇവിടെ സോറി സ്റ്റെല്ല ഇവിടെ നിർത്തിയിട്ട് നീ ഇന്നൊന്നും വിളിച്ച കുഴപ്പമില്ല കേട്ടോ. നമ്മളിപ്പോ നല്ല സുഹൃത്തുക്കളല്ലേ? എനിക്ക് മതി. ഞാൻ ഈ പാത്രം ഒന്ന് കഴുകാം. ക്രിസ്റ്റി, ഹാപ്പി ബർത്ത്ഡേ ടു യു. ഞാനിത് ഒരു വിഷയത്തില്ലല്ലോ, അതാ. നിങ്ങൾ ഈ പറയുന്ന മുസ്തഫ ഈ നാട്ടുകാരനല്ല. ഇവിടെ ഓടിച്ചോണ്ടിരുന്ന ലൂക്കോസിന് അസുഖം വന്നപ്പോ പകരം വന്നവനാ. അവന്റെ വീടും കുടിയൊക്കെ ചോദിച്ചാൽ ഇവിടെ ആർക്കും അറിയില്ല. അല്ല, നിങ്ങൾക്ക് എങ്ങനെ അവനറിയാം? അല്ല അങ്ങനെ അറിയില്ല. 1-2 വട്ടം ഓട്ടം വിളിച്ചിട്ടുള്ള പരിചയം. അല്ലെ ലൂക്കോസിനോട് അന്വേഷിച്ചാൽ ഇക്കുറിച്ച് വല്ലവരും കിട്ടുമോ? ലൂക്കോസിനോട് ചോദിക്കാൻ പറ്റൂല. എന്താ? അവ മരിച്ചിട്ട് ഇപ്പൊ 6 മാസമായി. അയ്യോ, നമ്മൾ 6 മാസം മുന്നേ അന്വേഷിക്കേണ്ടതായിരുന്നു. അല്ല, ഇക്കടെ വീട് എവിടാന്നേ വേറെ ആരടുത്ത് ചോദിച്ചറിയാൻ പറ്റും? അതാ ഞാനും ആലോചിക്കുന്നേ. വല്ല കാര്യം ഉണ്ടെന്നാണ് ഞാൻ അത് തന്നെ ഞാൻ ആലോചിക്കുന്നത്. ബാ, ഇത് തന്നെയാണ് ആ തേങ്ങ വിളഞ്ഞ് നിൽക്കുകയാണ്. നോക്കി വെച്ചോ. എന്താ കോളനി കിടന്ന് പരിങ്ങണത്? ചേട്ടാ, ഈ മുസ്തഫയുടെ വീട് ഏതാണ്? ആരാന്ന്? മുസ്തഫ. ഏത് മുസ്തഫ? ഓട്ടോ ഓടിക്കുന്ന മുസ്തഫ. ഓട്ടോ ഓടിക്കുന്ന മുസ്തഫ. ഓ അല്ല, നിങ്ങളാരാ? ഞങ്ങള് ഇക്കാടെ ഫ്രണ്ട്സാ. ഏതൊക്കെ? മുസ്തഫിക്കാടെ ഫ്രണ്ട്സ്. നെല്ല് എടാ ഇവിടെ ഉണ്ടാവൂ. എടാ ബലരാമാ. അല്ലല്ല, ബലരാമനല്ല, മുസ്തഫയുടെ ഉദ്ദേശം. വരുന്നുണ്ട്. ഇതാണ് ബലരാമൻ. ഒരു സാധ്യതയുമില്ല. എന്താടാ? ബലരാമാ, ഓട്ടോ ഓടിക്കുന്ന മുസ്തഫ അന്വേഷിച്ച വരവ്. ഓട്ടോ ഓടിക്കുന്ന മുസ്തഫ അറിയില്ല, ഓട്ടോ പൊളിക്കുന്ന മുസ്തഫ അറിയാം. മതിയോ? മതിയാടാ. ഈ ഓട്ടോ പൊളിക്കുന്ന മുസ്തഫ അതിന്റെ കൂട്ടത്തിൽ ഓട്ടോ ഓടിക്കാറുണ്ടോ? മച്ചു, ചെറിയൊരു പണിയാണല്ലോടാ. അല്ലേട്ടാ, അറിയാമെങ്കിൽ പറഞ്ഞ ഉപകാരമായിരുന്നു. എന്ത് പറഞ്ഞില്ലെങ്കിൽ പറഞ്ഞില്ല. നീ എന്ത് ചെയ്യടാ? ചേട്ടാ ഇതിനോട്ട് ചൂടാവുന്നത്. ചൂടായ നീ എന്ത് ചെയ്യൂടാ? ചൂടായിക്കോ ചേട്ടാ, ചൂടായിക്കോട്ടെ. നിങ്ങൾ എല്ലാരും ചൂടായിക്കോ. ഞങ്ങൾ ഇതിന്റെ ശല്യാവൂല. ചൂടായിക്കോട്ടെ. പോട്ടെ. ഏരിയ കണ്ടേക്കരുത്. ചൂടായിക്കോട്ടെ. എന്തൊരു ചൂട്! ഇത്രയും ചൂടുള്ളവരെ ഞാൻ ജീവിതത്തിൽ കണ്ടില്ല. എടാ, എന്താടാ അവരിങ്ങനെ പെരുമാറുന്ന? എന്തായാലും ഒരു കാര്യം മനസ്സിലായി, എന്തോ പ്രശ്നമുണ്ട്. നമുക്ക് ക്രിസ്റ്റി വിളിച്ച് കാര്യം പറയടാ. എനിക്ക് പോയി അവന്റെ വായിലിരിക്കുന്നത് കേൾക്കാൻ. നമുക്ക് നേരിട്ട് പോയി ഡീൽ ചെയ്യാം. എങ്ങനെ ഡീൽ ചെയ്യാനാ? നമ്മള് വിചാരിച്ച പോലെ തന്നെ അന്വേഷിച്ചു വന്നതാ. ഒന്ന് വിരട്ടി വിട്ടു. അത് നന്നായി. ഇനി വന്നാ വെറും കൈയോടെ വിടണ്ട. 2 കൊടുത്താലും തിരക്കിടില്ല.